പാർട്ടി സംരക്ഷിക്കാൻ ശ്രമിച്ചു. വളരെ കൃത്യമായ ഒടുവിൽ മുഖ്യമന്ത്രിക്ക് തന്നെ ഈ വിശദാംശങ്ങൾ സംബന്ധിച്ചൊക്കെ ബോധ്യപ്പെട്ടത് കൊണ്ടായിരിക്കണം മുഖ്യമന്ത്രി ഉൾപ്പെടെ തള്ളി പറയേണ്ടി വന്നത്. ആദ്യഘട്ടത്തിൽ ഗോവിന്ദ മാഷിന്റെ പൂർണ്ണമായ സംരക്ഷണത്തിലായിരുന്നു പി ദിവ്യ. ഒരു ഘട്ടത്തിൽ പാർട്ടിയുടെ ഭാഗത്ത് ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടാകില്ല എന്ന് തന്നെ ഉറപ്പിച്ച് തീരുമാനം വന്നിരുന്നു. പിന്നീട് എങ്ങനെയാണ് അതൊക്കെ മാറി മറിഞ്ഞതെന്നത് സംബന്ധിച്ച് CPM-നകത്ത് ചില കഥകൾ പ്രചരിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ടു എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നു. എന്തായാലും അക്കാര്യങ്ങളൊക്കെ കണ്ണൂരിലെ പാർട്ടിയെ സംബന്ധിച്ച് കൃത്യമായ ബോധ്യമുള്ളതാണ്. പി ദിവ്യയെ പോലെ ഇത്രയേറെ പിന്തുണ നൽകി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റൊക്കെ ആയി നാളെ വലിയ രാഷ്ട്രീയ ഭാവിയോടും പ്രതീക്ഷയോടുകൂടെ CPM ഉയർത്തിച്ചാട്ടിയ ഒരു വനിതാ നേതാവിനെ ഇങ്ങനെ പൂർണ്ണമായും പാർട്ടി തള്ളണമെങ്കിൽ ഈ പറയപ്പെട്ട കാര്യങ്ങളിലൊക്കെ ചില വസ്തുതകളുണ്ട് എന്ന് ഒരുപക്ഷെ പാർട്ടിക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടാകാം. CPM പോലൊരു പാർട്ടിയിൽ ഒരു ജില്ലാ പഞ്ചായത്ത് ഭരണത്തിൽ ഇത്രയും ക്രമക്കേടുകൾ പാർട്ടി അറിയാതെ നടന്നു എന്നതും ഗൗരവമുള്ളൊരു വിഷയം തന്നെയാണ്. ഒരുപക്ഷെ ഇനി പാർട്ടി അറിഞ്ഞോണ്ടാണോ അതും വ്യക്തമാക്കേണ്ടത് CP നേതൃത്വമാണ്. പാർട്ടി അറിഞ്ഞിട്ടാണോ ഈ ബിനാമി കമ്പനിക്ക് കരാറുകൾ നൽകിയത്? ബിനാമി കമ്പനി രൂപീകരിക്കുന്നത് പി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആവശ്യമില്ല. നേരത്തെ തന്നെ വിശദാംശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ കേവലം ഒരു ആരോപണം, രാഷ്ട്രീയ ആരോപണം, ഒരു അഴിമതി ആരോപണം എന്നുള്ള നിലയ്ക്കൊന്നുമല്ല. പി പറഞ്ഞ എന്റെ ഭർത്താവിന്റെ പേരിലെ ഭൂമി ഇല്ല എന്ന് തെളിയിക്കണം, ഇല്ലെങ്കിൽ എനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമൊക്കെയാണ് പി ആദ്യം പറഞ്ഞത്. ഇല്ലെങ്കിൽ ഈ പറയുന്ന ഈ രേഖയിലുണ്ട്, ഇതൊരു രജിസ്ട്രേഷൻ രേഖയാണ്, ഡോക്യുമെന്റ്സ് നമ്മൾ സാധാരണ കാണുന്ന ആധാരം എന്ന് പറയുന്ന ഈ ആധാരത്തിലുള്ള ആൾ പി ദിവ്യയുടെ ഭർത്താവും DP അജിത്തനല്ലേ. ഈ അജിത്തിന്റെയും ഈ കാർട്ടൺ ഇന്ത്യ അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ബിനാമി കമ്പനിയുടെ ഡയറക്ടർ MD മുഹമ്മദ് ആസിഫിന്റെ ഒക്കെ പേരിൽ കണ്ണൂർ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ എങ്ങനെ ഈ 4 ഏക്കറോളം ഭൂമി വരുന്നത് കിട്ടിയ വിവരങ്ങളാണ്. നേരത്തെ പറഞ്ഞത് ലഭ്യമായ വിവരങ്ങളാണ് ഈ പറഞ്ഞ 4 ഏക്കറോളം ഭൂമി എന്നുള്ളത്. ഇതിന് സമീപത്ത് തന്നെ മറ്റ് ബിനാമി പേരുകളിലും ഭൂമി ഉള്ളതായിട്ട് സംശയമുണ്ട്. കണ്ണൂരിൽ തന്നെ പലതരത്തിലുള്ള ബിസിനസ് സംരംഭങ്ങൾ പി ദിവ്യയുടെയും ചില അടുത്ത ബന്ധുക്കളുടെയും പേരിലുള്ളതായിട്ട് മനസ്സിലാക്കുന്നത്. അതിലേക്ക് വിശദാംശങ്ങൾ കാര്യം കേവലം ഒരു ആരോപണം ഉന്നയിക്കുന്ന അർത്ഥത്തിൽ കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇന്നുവരെ ഓരോ വിഷയവും ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ചിട്ടുള്ളത്. ആ രീതിയിൽ തന്നെ കൂടുതൽ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു കൊണ്ടുവരാൻ കഴിയും എന്ന വിശ്വാസം. ഈ കണ്ണൂരിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു പി മാത്രമല്ല ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായിരുന്നു. കണ്ണൂരിലെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു പി. അങ്ങനെ ഒരു കണ്ണൂരിലെ തന്നെ CPM-ന്റെ ഏറ്റവും കേട സ്വഭാവമുള്ള ഒരു യൂണിറ്റായിട്ടാണ് ഈ കണ്ണൂർ ജില്ലാ കമ്മിറ്റി കാണുന്നത്. അത്രയും ഉയർന്ന ഒരു നേതാവിനെതിരെ ഇത്ര ആരോപണങ്ങൾ ഉണ്ടായിരുന്നില്ല. KSUക്കാരൻ മാത്രമാണ് ആരോപണം ഉന്നയിക്കുന്നത്. എന്തുകൊണ്ടാണ് പാർട്ടി അത് ഏറ്റെടുത്ത ആരോപണം ഉന്നയിക്കുന്നത്? ഒരിക്കലല്ല, നിങ്ങൾ അതിനകത്ത് വളരെ കൃത്യമായി ഞാൻ ഇതിന്റെ പിറകെ പോയി എന്നുള്ളതുകൊണ്ടാണ് ഈ വിഷയം നവീൻ ബാബുവിന്റെ മരണം പുറത്തു വന്ന സംഭവവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് തന്നെ അറിയാം. ഈ പറഞ്ഞ ഭൂമിയുടെ രജിസ്ട്രേഷൻ രേഖകൾ ഈ പറയപ്പെട്ട ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് വിവിധ തരത്തിൽ ഈ പറഞ്ഞ ഒരു സുപ്രഭാതത്തിൽ ഒരു ദിവസം കൊണ്ടുവന്ന ഇതൊന്നുമല്ലോ. ജില്ലാ പഞ്ചായത്തിന് ഈ പറഞ്ഞ വിവാദ കമ്പനിക്കും അത് നൽകിയ ഏജൻസികൾക്കും നൽകിയിട്ടുള്ള ഓരോ പ്രവർത്തികളുടെയും ഡോക്യുമെന്റ്സ് ഇതൊക്കെ സംഘടിപ്പിക്കുന്നതിന് പിന്നിൽ ഏതാണ്ട് 2 മാസത്തെ അധ്വാനം കൊണ്ടുണ്ട്. എവിടെ പി ദിവ്യക്ക് ബിനാമി സ്വത്തുക്കളുണ്ട് എന്ന സംബന്ധിച്ച അന്തരീക്ഷത്തിലുള്ള വാർത്തകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നവീൻ ബാബുവിന്റെ വിവാദം ഉയർന്നു വന്ന സമയത്ത് തുടക്കത്തിൽ ഞാൻ ആ വിഷയത്തെ സംബന്ധിച്ച് അന്വേഷിക്കുന്ന ആവശ്യപ്പെട്ട് DGPക്ക് നൽകിയൊരു പരാതിയിൽ ഞാൻ അത് സൂചിപ്പിച്ചിരുന്നു. അന്ന് എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഈ കാർട്ടൺ ഇന്ത്യ അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ കോടികളുടെ കരാർ എന്ന ഇന്നലെ തന്നെ ചില റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഇതിന്റെ പിറകെ പോകുന്നത്. ഈ പറഞ്ഞ പി ദിവ്യയുടെ പേരിൽ പി ദിവ്യയുടെ സഹോദരന്റെ പേരിൽ ഭർത്താവിന്റെ പേരിൽ ആ കൂട്ടത്തിൽ ആ കോക്കസിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ചില CPM DYFI നേതാക്കളുടെ പേരിൽ ഇവരുടെയൊക്കെ പേരിൽ കണ്ണൂരിൽ ഈ പറയപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രത്തിലും അല്ലാതെയുമുള്ള ഭൂമിയുടെ വിവരങ്ങൾ തേടിയിട്ടായിരുന്നു ആദ്യത്തെ ആക്രമണം. വളരെ കൃത്യമായി ആ ഇവര് ചില സ്ഥലത്ത് കൊണ്ടു. അവിടെ നിന്ന് ആവശ്യമായ വിവരങ്ങൾ എനിക്ക് ഒഫീഷ്യൽ ചാനൽ വഴി തന്നെ കിട്ടി. ഈ ഡോക്യുമെന്റ്സ് എല്ലാം ഒഫീഷ്യൽ നടപടിക്രമങ്ങളിലൂടെ എടുത്തിട്ടുള്ളതാണ്. അത് ആരെങ്കിലും തന്നിട്ടുള്ളതോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ സാധാരണ CPM രാജ്യത്തിനകത്തെ ആഭ്യന്തര പ്രശ്നങ്ങളിലൊക്കെ വാങ്ങടിച്ച രേഖകളെ കിട്ടാറുണ്ട്. ഇത് അങ്ങനെയൊന്നും അല്ല. കൃത്യമായ പ്രോപ്പർ ചാനൽ വഴി ഈ രേഖകളെല്ലാം ഞാൻ അതിന്റെ പിറകെ പോയി സംഘടിപ്പിച്ചു എന്നുള്ളതാണ്. സ്വാഭാവികമായി വിഷയം ഉയർത്തിക്കൊണ്ടുവന്ന ഘട്ടത്തിൽ തന്നെ കണ്ണൂരിലെ ജില്ലാ കോൺഗ്രസ് നേതൃത്വം ഇന്നലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്തിലെ അഴിമതികൾ ഉൾപ്പെടെ അന്വേഷിക്കണം ആവശ്യപ്പെട്ട് അവിടുത്തെ പ്രാദേശികമായ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ 2 ഉദ്യോഗങ്ങൾ DCC പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നടന്നു.
ജില്ലാ പഞ്ചായത്തിലേക്ക് മാർച്ച് ഉൾപ്പെടെയുള്ള മറ്റ് പരിപാടികളെ ആദ്യഘട്ടം പൊതുസമൂഹത്തെ ഈ വിഷയം ബോധ്യപ്പെടുത്തുക എന്നുള്ളത്. ഈ വിഷയം ബന്ധപ്പെട്ട് കണ്ണൂരിലെ മുൻ മേയറും അഡ്വക്കേറ്റ് ടി ഒ മോഹനും ഡി.സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജും എല്ലാം പത്രസമ്മേളനം ഉൾപ്പെടെ നടത്തി ഈ വിഷയങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ആധികാരികമായതിന്റെ രേഖകൾ സഹിതമെല്ലാം പൊതുസമൂഹത്തിന് മുമ്പിൽ അറിയിച്ചു എന്നുള്ളതാണ്. ആ ദേഷ്യം തന്നെയാണ് PPD-യിലേക്ക് എന്നോട്